السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ഇസ്ലാമിക ചരിത്രം വായിക്കുന്നിടത്ത് ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ധാരാളം സമരങ്ങളും പോരാട്ടങ്ങളും പ്രതിരോധങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. ബദറും ഉഹദും ഖന്തഖും തുടങ്ങിയ നിരവധി പോരാട്ടങ്ങൾ, അതുപോലെ തന്നെ പല പ്രതിരോധങ്ങൾ, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പല പോരാട്ടങ്ങളും പല രൂപത്തിലും നടന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ് ബദർ എന്ന് പറയുന്നത്. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വരിയൊപ്പിച്ച് നിരയൊപ്പിച്ച് സഫ് റെഡിയാക്കി നിർത്തുന്ന സമയം മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു വരിയിൽ നിന്ന് അല്പം തെന്നി നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട വടി കൊണ്ട് സവാദ് റളിയല്ലാഹുവിൻ്റെ വയറ്റിലൊന്ന് തട്ടി. എന്നിട്ട് പറഞ്ഞു, സവാദ് സഫ് നേരെയാക്കി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ സവാദ് റളിയല്ലാഹു നിന്നു. യുദ്ധമൊക്കെ കഴിഞ്ഞു, വർഷങ്ങൾ കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ മുന്നോടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചില കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുമ്പോഴും ഇസ്ലാമിക പ്രചരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെ താമസം തുടങ്ങിയിട്ട്, നിങ്ങളിൽ ഒരാളായി കൂടിയിട്ട് വർഷങ്ങളായി. ഇതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പുറത്തു തരണം എന്നും, അല്ലാത്ത പക്ഷം ഖിസാസ് എടുക്കണമെന്നും പ്രതികാരം ചെയ്യണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അനിഷ്ടകരമായ വല്ലതും ഉണ്ടാവുകയോ അവിടത്തോട് പ്രതികാരം ചെയ്യുകയോ, ഇതാണ് സ്വഹാബത്തിനെ അത്ഭുതപ്പെടുത്തിയത്. ആ അത്ഭുതപ്പെടുത്തിയതിന് മുഴുവനും ഒരു നിമിഷം എല്ലാവരും അന്താളിച്ചു നിൽക്കുന്ന ഒരു രൂപത്തിൽ ആ സദസ്സിൽ നിന്ന് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, എനിക്ക് തങ്ങളോട് പ്രതികാരം ചെയ്യാനുണ്ട്. എന്താണ് പ്രതികാരം ചെയ്യാനുള്ളത്? ബദർ യുദ്ധത്തിൻ്റെ അന്ന് സൈന്യത്തെ റെഡിയാക്കി നിർത്തുന്ന സമയത്ത് തങ്ങൾ എൻ്റെ വയറ്റിൽ അവിടുത്തെ വടി കൊണ്ട് അടിക്കുകയും അതെനിക്ക് വേദനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് എനിക്ക് പ്രതികാരം ചെയ്യണം എന്ന് സവാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ സ്വഹാബത്ത് കോപാകുലരാവുകയാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതികാരം ചെയ്യുകയോ, അവര് ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാരായ സ്വഹാബത്ത് ദേഷ്യപ്പെടുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ആരും ശബ്ദമുണ്ടാക്കരുത്, സവാദ് റളിയല്ലാഹു അൻഹു പ്രതികാരം ചെയ്യട്ടെ.
അങ്ങനെ സവാദ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതികാരം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്നെ തങ്ങൾ അടിച്ച അതേ വടി കൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ആ സമയത്ത് ആ വടിയില്ല, ഫാത്തിമ ബീവിയുടെ വീട്ടിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് വളരെയധികം ദേഷ്യത്തിൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് പ്രതികാരം ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, നബി തങ്ങൾ ആ സദസ്സിൽ നിന്ന് അവരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ ഉപ്പാപ്പയുടെ വടി കൊണ്ടുവരാൻ പറഞ്ഞു. ചെറിയ മക്കളാ. ആ മക്കള് വടി കൊണ്ടുവരാൻ പോവുകയാണ്. ആ പോകുന്നതിൻ്റെ മുമ്പ് സവാദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സവാദ് തങ്ങളെ, നിങ്ങൾക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ ഞങ്ങളെ പ്രതികാരം ചെയ്തോളൂ, ഞങ്ങളുടെ വല്ലിപ്പാനോട് പ്രതികാരം ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രതികാരം ചെയ്യരുത്, പകരം ഞങ്ങളോട് പ്രതികാരം ചെയ്തോളൂ എന്ന് ഈ മക്കൾ പറയുമ്പോൾ നബി തങ്ങൾ പറയുന്നു, വേണ്ട, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വടി കൊണ്ടുവരാൻ. അങ്ങനെ 2 മക്കളും അതാ വീട്ടിലേക്ക് പോകുന്നു. മഹദിയായ ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഉമ്മയോട് പറയുന്നു, ഉമ്മ, നമ്മുടെ ഉപ്പാപ്പാടെ വടി അത് ആവശ്യമുണ്ട്. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹുവിനെ ഖിസാസ് എടുക്കാനാണ്, പ്രതികാരം ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ മക്കളോട് ചോദിച്ചു, മക്കളെ, നിങ്ങൾ അതിനെ സമ്മതിച്ചോ എന്ന്. ആ സമയത്ത് മക്കൾ പറഞ്ഞു, ഇല്ല ഉമ്മ, ഞങ്ങൾ പറഞ്ഞു, പക്ഷേ ഉപ്പാപ്പ സമ്മതിക്കുന്നില്ല, വല്ലിപ്പ സമ്മതിക്കുന്നില്ല എന്ന്. ഏതായാലും വളരെ വിഷമത്തോടുകൂടെ മഹദിയായ ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹ ആ വടി അതാ മക്കളുടെ കയ്യിൽ എടുത്തു കൊടുക്കുന്നു. മക്കൾ സങ്കടത്തോടുകൂടെ ആ വടിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നബി തങ്ങൾ വടി വാങ്ങുന്നു, സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, സവാദ്, നിങ്ങൾ ഈ വടി കൊണ്ട് പ്രതികാരം ചെയ്യണമെന്ന്. ആ സമയത്ത് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, എനിക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ ഇനിയും നിബന്ധനകളുണ്ട്. എന്താണ്? അന്ന് ബദറിൻ്റെ ആ സമയത്ത് തങ്ങൾ എന്നെ വടി കൊണ്ടടിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ, എൻ്റെ വയറിൻ്റെ ഭാഗത്ത് ഞാൻ ഷർട്ട് ധരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തങ്ങളും ഷർട്ടയക്കണം എന്ന് സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇതോടുകൂടെ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ നില തെറ്റുകയാണ്. അവരുടെ ദേഷ്യം കൂടി വരുന്നു. കാരണം ശരീരത്തിൽ നിന്ന് വസ്ത്രം അഴിക്കണം, എന്നിട്ട് വേണം കുത്താൻ അല്ലെങ്കിൽ അടിക്കാൻ. ആ സമയത്ത് സ്വഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ ക്ഷമിക്ക്, ഹബീബായ തങ്ങള് അവിടുത്തെ ശറഫാക്കപ്പെട്ട തിരുശരീരത്തിൽ നിന്ന് അതാ അവിടുത്തെ ഷർട്ടയിച്ച് മാറ്റുമ്പോൾ അവിടെ ആകമാനം പ്രകാശപൂരിതമാവുകയാണ്. സഹാബത്ത് മുഴുവനും നബി തങ്ങളുടെ ആ ശരീരഭാഗം കാണുകയാണ്. മഹാനരായ സവാദ് റളിയല്ലാഹു അൻഹു ഇത് കണ്ട മാത്രയിൽ കയ്യിലുണ്ടായിരുന്ന വടി ദൂരേക്ക് മാറ്റിവെച്ചിട്ട് ഓടിച്ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം അണച്ചുകൂട്ടി പിടിക്കുകയാണ്. അണച്ചുകൂട്ടി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, തങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ സവാദ് തങ്ങളോട് പ്രതികാരം ചെയ്യുകയോ അങ്ങ് ചിന്ത പോലും സവാദിനില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം, തങ്ങളുടെ ശരീരവുമായി എൻ്റെ ശരീരം ഒന്ന് കൂടിച്ചേരണമെന്നുള്ള മോഹം എനിക്കൊരുപാട് കാലമായി. പക്ഷെ അതിന് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്ന് നാം ബദറിലേക്ക് ഇറങ്ങുകയാണ്. ഈ അവസാന നിമിഷം തങ്ങളുടെ ശരീരവുമായി എൻ്റെ ശരീരം ഒന്ന്
സ്പർശിച്ചാൽ അവിടെ നരകം സ്പർശിക്കുകയില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു. അതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി ഈ ഒരു കാര്യം എനിക്ക് പറയേണ്ടി വന്നു. അല്ലാതെ തങ്ങളോട് ഈ സവാദ് ഒരിക്കലും പ്രതികാരം ചെയ്യുകയില്ല എന്ന് സവാദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ മഹാന്മാരായ സഹാബത്തിന് സമാധാനമാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സവാദ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിപ്പിടിച്ചിട്ട് സവാദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരവുമായി നമ്മുടെ ശരീരം സ്പർശിച്ചു കഴിഞ്ഞാൽ അവിടെ നരകം സ്പർശിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവും സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വല്ലാത്ത അടുപ്പമുണ്ടാക്കുകയാണ്. മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത് ഒരു നിലക്കും നമുക്ക് വരയിലൂടെയോ വാചകങ്ങളിലൂടെയോ രചനയിലൂടെയോ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്രയും സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാരായ സ്വഹാബത്തിന് ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹം ഇരു ലോകത്ത് വിജയിക്കാൻ അവർക്കതൊരു കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുത്തുനബിയോടുള്ള മഹബ്ബത്ത് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടത്തോടുകൂടെ നമ്മളും നമ്മളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അങ്ങനെ നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അല്ലാഹു തആല സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.